അപ്പോൾ സോപ്പ് സ്റ്റുഡിയോയുടെ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മാതള നാരങ്ങ ഉപയോഗിച്ചിട്ട് ഓയിൽ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാതള നാരങ്ങയുടെ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തരാം. മാതള നാരങ്ങയുടെ തന്നെ ഗ്ലിസറി സോപ്പ് വെച്ച് ഉണ്ടാക്കിയില്ലേ, ആ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ എണ്ണ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് മാതള നാരങ്ങയുടെ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ചെന്ന് കണ്ടിട്ട് എങ്ങനെയാണ് മാതള നാരങ്ങയുടെ എണ്ണ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളത് പഠിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് ബേസ് സോപ്പ് അതുപോലെ അതിൻ്റെ കളറുകൾ ഫ്രാഗ്രൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ, നിങ്ങൾക്ക് ഞാനത് അയച്ചു തരാം. നിങ്ങൾക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ മാത്രം കേട്ടോ. കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അവിടെ നിന്ന് എടുത്തോ. ഓക്കെ. നിങ്ങൾക്ക് നല്ല ബേസ് നല്ല ക്ലിയർ ബേസ് ഒക്കെ അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ അതുപോലെ സൾഫേറ്റ് ഫ്രീ ആയിട്ടും ഫ്രാരമൻ ഫ്രീ ആയിട്ടുള്ളതും ഉള്ള ബേസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് എടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളൊന്ന് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്നിട്ടായിരുന്നു പരിചയപ്പെടുത്തി തരാം. നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ എണ്ണകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ എണ്ണകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിൻ്റെ ചെറിയ വ്യത്യാസം വരുത്തിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടുത്തേക്കണത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതായത് വെളിച്ചെണ്ണ നമ്മൾ 300 മില്ലി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 100 മില്ലി നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, നമ്മൾ മാതള നാരങ്ങ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ 100 മില്ലി എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എടുത്തേക്കണത് 300 മില്ലി വെളിച്ചെണ്ണ, 100 മില്ലി നമ്മുടെ മാതള നാരങ്ങയുടെ എണ്ണ, പിന്നെ 200 മില്ലി നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുത്താണ് ഈ പ്രാവശ്യം. ഓക്കെ. പിന്നെ അതിൽ നമ്മൾ എടുത്തിട്ടുള്ളത് 30 ഗ്രാം നമ്മുടെ കാസ്റ്റർ ഓയിലും ബാക്കി ഒരു 50 ഗ്രാം നമ്മുടെ പാം ഓയിൽ. ഓക്കെ. പിന്നെ 20 ഗ്രാം നമ്മുടെ ആൽമണ്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത് 50 ഗ്രാം ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിറിക് ആസിഡ് ചേർത്തിട്ടുണ്ട്. എത്ര? 50 ഗ്രാം. പിന്നെ ഒരു 5 ഗ്രാം നമ്മുടെ ബീവാക്സ് ചേർത്തിട്ടുണ്ട്. ഓക്കെ. ആ ചേർത്തുള്ള എണ്ണ അത്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രാഗ്രൻസ് ആണ്. ശംഖുപുഷ്പത്തിൻ്റെ ഫ്രാഗ്രൻസ് ആട്ടാ ചേർക്കുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് കണ്ട ശംഖുപുഷ്പത്തിൻ്റെ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇപ്പോൾ കുറച്ചുണ്ട് ഓർഡറുണ്ട്, സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിക്കാൻ പോകട്ടെ. നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. അത് 5 ഡ്രോപ്സ്. ഇപ്പോൾ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഓയിലാണ് കേട്ടത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീവാക്സ് ഒക്കെ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇത് ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ ഉരുക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മുടെ സോപ്പിലേക്ക് നന്നായിട്ട് നമ്മുടെ ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് ഉരുക്കുക. എന്നിട്ടത് നമ്മുടെ ഓയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓയിൽ ഇപ്പോൾ തന്നെ ഒരു കട്ടി ചെയ്യണ്ട. ഇതിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കാസിസോടെ ചേർക്കണം മുന്നേ മിക്സ് ചെയ്യണം കേട്ടോ. നന്നായി മിക്സ് ചെയ്യേണ്ട. ഇനി നമ്മളായിരിക്കേ നമ്മുടെ സ്മെല്ല്, ശംഖുപുഷ്പത്തിൻ്റെ സ്മെല്ല് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുത്തുള്ള സ്മെല്ലാണ് ശംഖുപുഷ്പത്തിൻ്റെ. നന്നായി മിക്സ് ആയിട്ട് ഇനി നമ്മളായിരിക്കേ നമ്മുടെ കാസിസോഡ നമ്മൾ ഒരു 3 മണിക്കൂർ മുന്നേ നമ്മൾ കാസിസോഡ വെള്ളത്തിൽ അലിയിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റൂം ടെമ്പറേച്ചറൊക്കെ സെറ്റായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളത് എത്ര മില്ലി വെള്ളം എടുക്കേണ്ടതെന്ന് 249.675 മില്ലി വെള്ളവും 110.640 കാസിസോഡയും ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക കാസിസോഡ. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഗ്ലൗസൊക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസൊന്നും യൂസ് ചെയ്തത്. ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുക എല്ലാവരും. ഉണ്ടാക്കട്ടെ ഉണ്ടാ ഇതൊന്ന് മിക്സ് ചെയ്യാം ശരിക്കും. അതിന് ഞാൻ പറഞ്ഞ വേഗം സെറ്റ് ചെയ്യണം. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉണ്ടാ സാധനം മിക്സായി. പെട്ടെന്ന് കട്ട് ചെയ്യും. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ സോപ്പിൻ്റെ പീസുകൾ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചേർക്കുന്നുണ്ട്. നമ്മളൊക്കെ എടുത്ത് വെച്ചേക്കാം. വേണ്ടത് ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധനം ചേർക്കണ്ട കേട്ടോ. ഇത് ഓയിലല്ല, നമ്മുടെ ബീവാക്സും സാധനങ്ങളും ചേർക്കരുത് കേട്ടോ. ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിരിക്കേണ്ട ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ മോട്ടറിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തട്ടി കൊടുത്താൽ മതി. കറക്റ്റായിട്ട് കിട്ടും. തട്ടി കൊടുക്കട്ടെ നന്നായിട്ട്. അപ്പോൾ നമ്മുടെ സോപ്പ് സെറ്റായിട്ട് കേട്ടോ. അതായത് നമ്മുടെ മാതള നാരങ്ങ കൊണ്ട് ഉണ്ടാക്കിയ സോപ്പൊക്കെ അടിപൊളിയായിട്ട്
ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് മുറിച്ചെടുക്കാം കേട്ടോ. ഇത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാതളത്തിൻ്റെ സോപ്പ് സെറ്റായിട്ട് കേട്ടോ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് പല കളറിൽ കണ്ടില്ലേ, എന്നിട്ട് നമ്മുടെ മാതള നാരങ്ങയുടെ സോപ്പ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് നമ്മൾ മാതള നാരങ്ങയുടെ സോപ്പ് ഉണ്ടാക്കുന്നത്, ഓയിൽ സോപ്പ് എന്തൊക്കെ ചേർത്തു അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതുപോലെ എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. ഓക്കെ, താങ്ക് യു.